അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികൾ, പരിശുദ്ധ റജബ് മാസമാണ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. റജബ് മാസത്തിൽ നമുക്കൊരു നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം ഇരട്ടിയായിരിക്കും. അല്ലാഹുവിനെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് റജബിൽ ധാരാളം അമല് വർദ്ധിപ്പിക്കുക, തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലാഹുവുമായി നിരന്തരം ഇസ്തിഗ്ഫാറിലായി കഴിഞ്ഞുകൂടുക എന്നുള്ളത്. നമുക്ക് ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ കഴിയേണ്ട ഒരു മാസമാണ് പരിശുദ്ധ റജബ് മാസം. അതുകൊണ്ട് റജബ് മാസത്തെ ബഹുമാനിച്ച ഒരാൾ അല്ലാഹു തആല തിരിച്ച് അദ്ദേഹത്തെ ബഹുമാനിക്കും, ആദരിക്കും. അദ്ദേഹത്തിന് വേണ്ട സ്ഥാനങ്ങൾ അല്ലാഹു തആല കൊടുത്തിരിക്കും. അത് ഖബറിലും മഹ്ശറിലും സ്വർഗത്തിലും. അതുകൊണ്ട് റജബിനെ ബഹുമാനിക്കാൻ ഞാനും നിങ്ങളും ഓരോരുത്തരും ശ്രമിക്കണം. അതിനു വേണ്ട ശ്രമം നടത്തണം. റജബിൽ പ്രത്യേകമായി ഹറാമുകളെ തൊട്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സർവ പ്രവർത്തനങ്ങൾ, വാക്ക്, ചിന്ത, പ്രവർത്തനം എല്ലാത്തുനിന്നും വിട്ടുനിന്ന് നല്ലൊരു വ്യക്തി ജീവിതം നമുക്ക് ലഭിക്കാൻ വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന അതിപ്രധാനപ്പെട്ട ഒരു സൂറത്ത് പല തവണ മുമ്പ് പരിചയപ്പെടുത്തിയതാണ്. അതിൽ പലരും അത് ജീവിതത്തിൽ പകർത്താൻ ഇനിയും ശ്രമിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നാം ഓരോരുത്തരും അതിൽ ഖേദിക്കേണ്ട ഒരു കാര്യം. അത്രയും അത്ഭുതമാണ് ഈ ഒരു സൂറത്ത്. വുളൂഇന് ശേഷം ഒരാൾ ഈ പറയാൻ പോകുന്ന സൂറത്തിന് ജീവിതത്തിൽ പതിവാക്കാൻ കഴിഞ്ഞാൽ അവന് ലഭിക്കാവുന്ന മഹത്വം എന്തൊക്കെയാണെന്ന് കേട്ടാൽ തന്നെ ഞെട്ടിപ്പോകും. അത്രയും അത്ഭുതമാണ് ഈ ഒരു സൂറത്ത്. വുളൂഇന് ശേഷം ഒരാൾക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന മഹത്വം. ഏതാണ് ആ സൂറത്ത്? മഹാനായ ഇമാം സുഫൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്വഹീഹുൽ ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ആ ഒരു വ്യാഖ്യാനത്തിലാണ് ഈ ഒരു ഹദീസ് കാണുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ സൂറത ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന ഈ ചെറിയ സൂറത്ത് അലാ ഇസ്റുൽ ഉളൂഹി മറത്തൻ വാഹിദ, ഒരാൾ വുളൂഇന് ശേഷം ഒരു തവണ പാരായണം ചെയ്താൽ അഅതാഹുല്ലാഹു തആല സവാബ 50 സന, ആ സെക്കൻഡിൽ തന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന് 50 വർഷം നോമ്പ് നോക്കുകയും നിസ്കരിക്കുകയും ചെയ്തതായ പ്രതിഫലമാണ് അവന്റെ അക്കൗണ്ടിൽ അല്ലാഹു തആല രേഖപ്പെടുത്തുന്നത്. ومن قرأها مرتين أعطاه الله تعالى ما أعطاه الخليل والكليم والحبيب. രണ്ട് പ്രാവശ്യം പാരായണം ചെയ്താലോ അല്ലാഹു അദ്ദേഹത്തിന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത മഹത്വം, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത മഹത്വം, മുത്തായ തങ്ങൾ ഹബീബായ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത മഹത്വം അദ്ദേഹത്തിന് അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. അതിന്റെ അർത്ഥം അവരോടൊപ്പം സ്വർഗത്തിൽ ഉല്ലസിക്കാൻ അല്ലാഹു തആല അവസരം കൊടുക്കും അദ്ദേഹത്തിന്. അത് മാത്രമല്ല, വമൻ ഖറഅഹാ സലാസൻ, 3 പ്രാവശ്യം ഒരാൾക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞാലോ യഫ്തഉല്ലാഹു തആല ലഹു 8 അബ്വാബിൽ ജന്നഹ ഫയദ്ഖുലുഹാ മിൻ അയ്യി ബാബിൻ ശാഅ ബിലാ ഹിസാബിൻ വലാ അദാബ്. ഒരാൾക്ക് 3 പ്രാവശ്യം പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അല്ലാഹു തആല പറയപ്പെട്ട 2 മഹത്വങ്ങൾ ലഭിക്കുന്നതോടൊപ്പം അവന് അല്ലാഹു തആല സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. സ്വർഗത്തിലെ 8 വാതിലുകൾ, അതിൽ അവന് ഇഷ്ടമുള്ള വാതിലിലൂടെ അവന് സ്വർഗപ്രവേശനം ലഭിക്കും. ഒരു ഹിസാബും ഉണ്ടാവുകയില്ല, ഒരു അദാബും ഉണ്ടാവുകയില്ല. ഒന്നുമില്ലാതെ, ഒരു ചോദ്യമില്ലാതെ, ഒരു ശിക്ഷയില്ലാതെ സ്വർഗപ്രവേശനം ലഭിക്കും. ഇഷ്ടമുള്ള വാതിലൂടെ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് കടക്കാം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇനി മുതൽ ഈ ഒരു സൂറത്ത് പതിവാക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.